ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡെലിവറി വ്ളോഗാണ് കേട്ടോ. അത് ഞാൻ പറയാനുള്ളൊരു കാരണമുണ്ട്. നോർമൽ പ്രസവത്തിന് പോയ ഞാൻ എപ്പിഡ്യൂറലും എടുത്ത് ഓപ്പറേഷൻ ചെയ്ത കഥയാട്ടോ ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അധികം വലിച്ചു നീട്ടാതെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം, അതിൽ എന്തെങ്കിലും ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, ഈ വീഡിയോ ചെയ്യുമ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എനിക്ക് എൻ്റെ ഡെലിവറി വരുന്നത് സെപ്റ്റംബർ 16-17 തീയതികളിലായിരുന്നു. അപ്പോൾ എനിക്ക് ഡയബറ്റീസിൻ്റെ ചെറിയൊരു പ്രശ്നം നമ്മുടെ ഈ ഒരു പ്രഗ്നൻസി ജേണിയിൽ 5th മന്ത് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്തപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ ഡേറ്റ് വരെ, അതായത് സെപ്റ്റംബർ 17 വരെ ഒന്നും നമുക്ക് വെക്കാൻ പറ്റില്ല, അതിന് മുന്നേ വരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, ഡോക്ടറെ കാണിക്കാൻ പോകേണ്ടത്. PV ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. PV എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എനിക്കറിയായിരുന്നു നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഗൂഗിൾ സെർച്ചൊക്കെ ചെയ്തിട്ട് പോകുന്നത് നമുക്ക് എന്ത് ചെയ്യും, യൂട്യൂബിലൊക്കെ നമ്മൾ വീഡിയോസ് കാണുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി എനിക്കത് ടെൻഷൻ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ PVനെ കുറിച്ച് യാതൊരു വിധത്തിലും നമ്മൾ സെർച്ചൊന്നും ചെയ്യാണ്ടാണ് ഞാനന്ന് പോയിട്ടുള്ളത്. ടെൻഷൻ ഉണ്ട്, അടിവയറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു വയറ്റിലൊക്കെ ഉരുണ്ട് കയറി ബാത്റൂമിലൊക്കെ പോകാൻ മുട്ടുന്ന മാതിരി ഒരു ഫീലില്ലേ, അതുമാതിരിയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ PV ചെയ്യാൻ വേണ്ടി പുറത്തിരിക്കുന്ന നേരം. പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല. പിന്നെ ഞാൻ കാണിക്കുന്നത് EMS ഹോസ്പിറ്റലിൽ അമൃത ഡോക്ടറായിരുന്നു. എനിക്ക് ബെസ്റ്റായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ പ്രദേശത്തുള്ളവരാണെങ്കിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള പേരാമ്പ്ര EMS ഹോസ്പിറ്റലാണ് ഇപ്പോൾ അമൃത ഡോക്ടർ വർക്ക് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് മന്ത് മുതൽ തന്നെ, അതായത് പ്രഗ്നൻ്റ് ആയി എന്ന് പറഞ്ഞ മുതൽക്ക് തന്നെ അവിടെയാണ് കേട്ടോ കാണിക്കുന്നത്. ബെസ്റ്റ് ഡോക്ടറാണ്, എനിക്ക് അതിന് ഒന്നും പറയാനില്ല, വാക്കുകളില്ല. അപ്പോൾ ഡോക്ടർ PV ചെയ്യാൻ വന്നു. പക്ഷേ എനിക്ക് എന്താണ്, PV ചെയ്യുമ്പോൾ യാതൊരു വിധ വേദനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ PV ചെയ്തപ്പോൾ പറഞ്ഞ് എന്തായാലും നമുക്ക് ഓപ്പൺ ആയിട്ടില്ല, ഇപ്പം നമുക്ക് ട്യൂബ് ഇട്ടിട്ട് ഓപ്പൺ ആക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരുവോണം കൂടി അതിൻ്റെ പിറ്റേന്ന് നമുക്ക് എന്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു 6-ാം തീയതി. 6-ാം തീയതി വന്നപ്പോൾ ഡോക്ടർ ഇതുപോലെ തന്നെ PV ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ചോദിച്ചു ശില്പ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അതിൻ്റെ കാരണമുണ്ട് സന്തോഷിക്കാൻ. കാരണം ഡോക്ടർ ഓപ്പൺ ആയിട്ടില്ല എന്ന് പറഞ്ഞ് ഈ 4 ദിവസങ്ങളിൽ ഞാൻ എൻ്റെ കുറച്ച് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ തുടങ്ങി. ഒരു 10-15 പ്രാവശ്യം മുറ്റത്തൂടെ വൈകുന്നേരം ഒരു മ്യൂസിക്കൊക്കെ ഇട്ട്, ലൈറ്റ് മ്യൂസിക്കൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ നമ്മൾ താഴെ ഇരുന്ന് നടക്കില്ലേ, അതുപോലെ നടക്കാനും അങ്ങനെ ഒരുപാട് എക്സസൈസൊക്കെ നമുക്കൊരു അധികം ടയേർഡ് ആവാത്ത രീതിയിൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ അഡ്മിറ്റ് ആകാൻ പോയി ഓപ്പൺ ആയി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം നമ്മൾ ഈ ട്യൂബ് ഇട്ടിട്ടുള്ളതൊന്നും ചെയ്യണ്ടാലോ. എനിക്ക് തോന്നുന്നു ആ ട്യൂബ് ഇടുക എന്ന് പറയുമ്പോൾ ട്യൂബ് ഉള്ളിൽ വെച്ചിട്ട് നമ്മളൊരു ബലൂൺ പോലെ, ഒരു ഉള്ളിലോട്ടാവും ബലൂൺ പോലെ വീർക്കും. അപ്പം നമ്മൾ ഓപ്പൺ ആക്കുന്നത് എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ എനിക്കറിയില്ല കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഓക്കെ, അപ്പോൾ ഇനി എന്താ ചെയ്യുന്നത്, നമുക്ക് ഇന്ന് ഒരു ദിവസം കൂടെ പെയിന് വരുമോ എന്ന് നോക്കാം, ഇല്ലെങ്കിൽ നാളെ നമുക്ക് ടാബ്ലറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, രാത്രി നമ്മൾ റൂമൊക്കെ കിട്ടി. റൂമെന്ന് വെച്ചാൽ നമുക്ക് നല്ലൊരു റൂമായിരുന്നു കേട്ടോ കിട്ടിയത്. രാത്രി എന്ത് ചെയ്ത് ലേബർ റൂമിലോട്ട് പോകണം, നമുക്ക് ഇതേപോലെ തന്നെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്, കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് നോക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ലേബർ റൂമിൽ പോയി അവിടെ ഞാൻ നോക്കുമ്പോൾ ബെഡില് ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്ര ഏജേ ഉള്ളൂ ആ കുട്ടിക്ക്. അപ്പോൾ അവള് അവിടെ നിന്ന് ഇങ്ങനെ അമ്മേനെയും ദൈവത്തിനെയും ഒക്കെ വിളിച്ച് അങ്ങനെ കരയാ. അപ്പൊ അവര് കൂടെ ഉള്ളവരൊക്കെ സംസാരിക്കുന്നത് ഹിന്ദി സംസാരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നമ്മളെ കന്നഡ ഭാഷ സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ എനിക്ക് തോന്നി അന്യഭാഷകളിൽ ആരോ ആണ്. അപ്പൊ അവിടെ സിസ്റ്റർമാരൊക്കെ പറയുന്ന കേൾക്കുന്നുണ്ട്, അവർ എവിടെയൊക്കെയോ കെട്ടിച്ചുകൊണ്ട് പോയതാണ്, അങ്ങനെ എന്തൊക്കെയോ പറയുന്ന കേൾക്കുന്നുണ്ടായിരുന്നു. ചെറിയ കുട്ടിയാണ് എന്നൊക്കെ നമുക്ക് അവിടുന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ. അപ്പൊ ഇവളിങ്ങനെ വേദന എടുത്ത് കരയുമ്പോൾ എനിക്ക് എന്റെ ശക്തിയൊക്കെ ചോർന്നു പോകും. അമ്മാതിരി കരച്ചില കരയുന്നത്. അപ്പൊ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഇത് കഴിഞ്ഞു, എനിക്കൊന്ന് റൂമിൽ പോകേണ്ടി, എനിക്ക് കരച്ചിൽ കേൾക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു ഡോക്ടർ ഇപ്പം വരും ശില്പ, നമുക്കിത് കഴിഞ്ഞിട്ടില്ല, ഡോക്ടർ റിസൾട്ട് കാണിച്ചാലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ചെവിയും ഇങ്ങനെ പൊത്തിപ്പിടിച്ച് എൻ്റെ കളി ഇങ്ങനെ കാണുമ്പോൾ സിസ്റ്റർമാരിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി, ടെൻഷൻ അടിക്കേണ്ട ശില്പ, ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർ വന്ന സമയത്ത് ഈ കുട്ടീനെ നോക്കി. അത് കഴിഞ്ഞ് എന്നെ വന്നു. അപ്പൊ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ പിന്നെ എനിക്കിങ്ങനെ കരയുന്നപ്പോൾ ഭയങ്കര പ്രശ്നം, ഞാൻ റൂമിലോട്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഡോക്ടർ പറഞ്ഞു ഓക്കെ, പ്രശ്നമൊന്നുമില്ല, റൂമിലോട്ട് പോവാം, പിന്നെ ടാബ്ലറ്റ് എടുക്കും. ഞാൻ പറഞ്ഞു ഇന്ന് വേണ്ട ഡോക്ടറെ, എനിക്കെല്ലാം കൂടെ എന്തൊക്കെയോ ടെൻഷൻ ആയിപ്പോയി എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടറോട് ഞാൻ ചോദിച്ചു, ഡോക്ടറെ ഇങ്ങനെ ഇത്ര വേദന, എനിക്ക് പൊതുവെ വേദന സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്, അപ്പോൾ എനിക്ക് ഓപ്പറേഷൻ ഒക്കെ ചെയ്തു തരുമോ എന്ന് ചോദിച്ചു. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യാനോ, ഇപ്പൊ എനിക്കൊരു യാതൊരു കുഴപ്പമില്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതാണ്, നീ നിർബന്ധം പിടിക്കുകയാണെങ്കിൽ നമുക്കത് ചെയ്തു തരാം, പക്ഷെ ഇപ്പൊ നിനക്കൊരു കുഴപ്പമില്ല, നമുക്ക് വേദന സഹിക്കാൻ പറ്റുന്നതിന് എപ്പിഡ്യൂറലുണ്ട്, അത് എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ അതെടുത്താൽ നമുക്ക് അത്ര വേദനയൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഒന്ന് കാമാക്കി. അപ്പൊ ഞാൻ ഓക്കെ എന്നുള്ള രീതിയിൽ പിന്നെ ഞാൻ റൂമിലോട്ട് പോയി. റൂമിൽ നിന്ന് ഞാൻ അവിടുന്ന് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അവന്റെ അമ്മയും ഹസ്ബൻഡിന്റെ അമ്മയും പിന്നെ എൻ്റെ അമ്മേന്റെ അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ തൊട്ട്
ഈ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ ഒരു ഡെലിവറി വരെയുള്ള സമയത്ത് എൻ്റെ കൂടെ ഹസ്ബൻഡ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാണിക്കാൻ പോകുമ്പോൾ ഒക്കെ അത്രയും വലിയൊരു സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് ഹസ്ബൻഡിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഒരു പ്രാവശ്യം പോലും ഞാൻ അമ്മേനെ ഒന്നും കൂട്ടി പോകേണ്ട ഇത് എനിക്ക് വന്നിട്ടില്ല. ആ സമയത്ത് ലീവ് എടുത്ത് എൻ്റെ കൂടെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പിന്നെ പിറ്റേന്ന് രാവിലെ നമുക്ക് പോകണം. പിറ്റേന്ന് രാവിലെ എവിടെ പോയി ഇറക്കുമ്പോൾ ഈ പേഷ്യന്റ് പിറ്റേന്നും രാവിലെ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് ഇത്രയും നേരമായില്ലേ, ഇന്നലെ രാത്രി വന്നില്ല, ഇത്രയും നേരമായില്ലേ, ഇവർക്ക് ഡെലിവറി ആവാനായില്ലേ? അപ്പം പറഞ്ഞില്ല പിന്നെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് രാത്രി പിന്നെയും ഞാൻ അന്നേരം എൻ്റെ ഹാർട്ട് ബീറ്റ് ഒക്കെ നോക്കി. ഇതേപോലെ തന്നെ എനിക്ക് ടെൻഷൻ അധികമായി, ഈ കരച്ചിൽ കേൾക്കുമ്പോൾ ടെൻഷൻ അധികമായി. എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ? അപ്പം ഞാൻ റൂമിലെത്തി ഹസ്ബൻഡിനോട് പറഞ്ഞു, ആ കുട്ടി ഇതുവരെ പോയിട്ടില്ല, എനിക്ക് പേടിയാവുന്നുണ്ട്, എനിക്ക് ഓപ്പറേഷൻ മതി, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല കുട്ടീൻ്റെ നിലവിളി കേൾക്കുമ്പോൾ. അപ്പൊ അതിന്റെ ഇടയിൽ രാത്രി ഞാൻ പോയപ്പോൾ ഇതേപോലെ തന്നെ അന്ന് രാത്രി എന്ന് വെച്ചാൽ ഈ കുട്ടി അല്ലാതെ വേറൊരാളോടി വന്നിട്ടുണ്ടായിരുന്നു. അവര് വന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് ലേബർ റൂമിലോട്ട് കൊണ്ടുപോയി. പിന്നെ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കാണുമ്പോൾ അവര് വന്നിട്ടുണ്ട്, കുഞ്ഞിനെ കൈ കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കഴിഞ്ഞു. അപ്പൊ എന്നോട് സിസ്റ്റർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ, ടെൻഷൻ അടിക്കണ്ട, ചിലവർക്ക് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പക്ഷെ ഇവളെ ഈ കരച്ചിൽ, ഈ മോളെ ഒരു കരച്ചിൽ എന്റെ കാതൊന്നും പോകുന്നില്ല. റൂമിൽ എത്തിയാൽ എനിക്ക് ഇത് തന്നെ. അപ്പൊ അന്ന് എന്നോട് ചോദിച്ചു, ടാബ്ലറ്റ് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഓക്കെ അല്ലേ ശില്പ? അന്ന് ഞാൻ പറഞ്ഞു, എനിക്ക് പറ്റൂല ഡോക്ടർ, എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് എന്തൊക്കെയോ ടെൻഷനായിട്ട്. BP ഒക്കെ ചെക്ക് ചെയ്തപ്പോൾ നോർമലാണ്, പക്ഷെ എനിക്ക് എന്തൊക്കെയോ ക്ഷീണവും തളർച്ചയൊക്കെ, ഇന്ന് വേണ്ട, നമുക്ക് നാളെ നോക്കാമെന്ന്. നീ ഞാൻ നാളെ എന്ന് പറഞ്ഞിരിക്കുകയാണോ, നീ എന്തെങ്കിലും പേടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഓക്കെ ഞാൻ റൂമിൽ പോയി. അപ്പൊ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട്, പിന്നെ എന്റെ 8-ാം തീയതി. അപ്പൊ ഇനി ഒന്നും ഡോക്ടറോട് പറയാൻ നമുക്ക് പറ്റിയാല, വേറെ ഓപ്ഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. പിറ്റേന്ന് രാവിലെ പോയപ്പോൾ എനിക്ക് ടാബ്ലറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ടാബ്ലറ്റ് തന്ന് ഡോക്ടർ പറഞ്ഞു നോക്കാന്ന്. അന്നും ഇതേപോലെ തന്നെ ഈ പറയുന്ന പേഷ്യന്റ് അവിടുന്ന് കരയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കരുതോ, ഇത് എന്താക്കാൻ ഞങ്ങൾ ചോദിച്ചു. ഓപ്പറേഷൻ ചെയ്യാനുള്ള അവർക്ക് സമ്മതമല്ല, അവർ ഇതിൽ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല, അവർ വേണ്ടാന്നാണ് പറയുന്നത്. പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ട അങ്ങനത്തെ എന്താണ് സീരിയസ് ഇഷ്യൂ ഒന്നും അവർക്കില്ല, അവർ വേദന വന്നിട്ടേ ഉള്ളൂ. അപ്പൊ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്, ഇന്ന് അധികം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതും പറഞ്ഞ് പിന്നെയും പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, വേദന വരുമ്പം വരണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വേദനയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അങ്ങനെ രാത്രി പിന്നെയും ഞാൻ ലേബർ റൂമിലോട്ട് പോയി. അപ്പൊ ഇവരെ ലേബർ റൂം, അതായത് ലേബർ റൂമും നമ്മൾ കിടക്കുന്ന കുറച്ച് ബെഡുള്ള ഒരു സ്ഥലമുണ്ട്, നമ്മൾ അവിടെയാണ്. ലേബർ റൂം അതിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, അവരെവിടെ പോയി കഴിഞ്ഞു? ഇല്ല, അവരെ കൊണ്ടുപോയിട്ടുണ്ട്, ഇന്ന് ആദ്യം ഇപ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഞാൻ അവിടെ നിന്ന് അറിയുന്നുണ്ട് അവരെ ഡെലിവറിയാണ് ഇപ്പോൾ. അപ്പൊ അവര് ഡെലിവറി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അവർ സിസ്റ്റർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തായെന്ന് വെച്ചപ്പോൾ പ്രസവിച്ചിട്ടോ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറയും, ഞാൻ എന്തോ പ്രസവിച്ചിറങ്ങിയതിൻ്റെ തൊട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. എനിക്കും സന്തോഷമായി. ഇപ്പൊ ഞാൻ പിന്നെ എനിക്ക് വന്നിട്ടുണ്ടായി. ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു ടാബ്ലറ്റ് എടുത്തോ, ഇന്നും നമുക്ക് വേദന വന്നിട്ടില്ലെങ്കിൽ പിറ്റേന്ന് 9-ാം തീയതിയാണ് നമുക്ക് രാവിലെ മരുന്ന് കയറ്റാന്ന് പറഞ്ഞു, ഗ്ലൂക്കോസിന് മരുന്ന് കയറ്റാന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി നമ്മൾ എന്ത് ചെയ്തു, റൂമിലോട്ട് പോയി. അന്ന് അവിടെ കിടക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഇന്ന് എനിക്ക് പറ്റൂല, ഞാൻ ഇന്ന് ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ടെൻഷൻ ആവും. ഞാൻ റൂമിൽ പോയി എല്ലാവരെയും കണ്ട് അവിടുന്ന് സംസാരിച്ചൊക്കെ ആകുമ്പോൾ റിലാക്സ് ആവും ഞാൻ. ഓക്കെ, ഞാൻ അങ്ങനെ രാവിലെ വരാന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ രാവിലെ തന്നെ വരണം, ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. ഇപ്പൊ രാത്രി ഹസ്ബൻഡിനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ലോ കേട്ടോ. രാത്രി നോക്കുന്നേരം എനിക്ക് ചെറുതായിട്ടൊരു, ഞാൻ യൂറിൻ പാസ് ചെയ്തതാണോ അല്ലെങ്കിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ അമ്മേനോട് ഇങ്ങനെ പറഞ്ഞു, അമ്മ ഇങ്ങനത്തെ ഒരു ഇതുണ്ട്, നനഞ്ഞു കിടക്കുന്നുണ്ട്. ഞാൻ തുണി വെച്ചപ്പോൾ അതും നനഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, യൂറിൻ പാസ് ചെയ്ത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. അപ്പൊ അമ്മ പറഞ്ഞു, വാ, ടെൻഷനായി, നമുക്ക് പോവാ, പെട്ടെന്ന് പോവാ. അപ്പൊ എനിക്ക് പേടി, ആകെ ഇനി 4 മണിക്ക് വരണം എന്ന് എനിക്ക് നോക്കുമ്പോൾ ആകെ 2 മണിക്കൂറേ ഉള്ളൂ. 2 മണിക്കൂറും കൂടെ ഞാൻ സമാധാനമായിട്ട് ഒന്ന് ഇവിടെ ഇരിക്കട്ടെ, ടെൻഷനായി പോയി. ഞാൻ പറഞ്ഞു, വേണ്ട അമ്മ, നമുക്ക് നാളെ തന്നെ പോവാ, കുഴപ്പമൊന്നുമില്ല, വേദനയൊന്നും വന്നിട്ടില്ലല്ലോ, ഊരേന്ന് ചെറിയൊരു വേദനയുണ്ട്. അങ്ങനെ രാവിലെ പോയി ഞാൻ റൂമിലെത്തി. അവരെന്റെ ഡ്രസ്സൊക്കെ മാറ്റി. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ ഒരു വൈറ്റ് ഡിസ്ചാർജ് മാതിരി ഉണ്ടായിരുന്നു എന്ന്. ഡോക്ടർ പറഞ്ഞാണോ, നമുക്ക് ഡോക്ടർ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞു സിസ്റ്റർ. അങ്ങനെ ഞാൻ നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റണം, അവരൊരു ഡ്രസ്സ് തരും, ഒരു നീല കളർ, അതൊക്കെ കെട്ടുന്നതാണ് കേട്ടോ ബേക്കില്. അപ്പൊ അത് കെട്ടുന്നാക്കിയിട്ട് അവിടെ പിന്നെ എന്താണ്, എന്റെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഓരോരുത്തർ വന്ന് ഷുഗർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഷുഗർ ഉണ്ടായിരുന്നല്ലോ എനിക്ക്, ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു, ഗ്ലൂക്കോസിൽ നമ്മൾ മരുന്ന് കയറ്റാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂർ ആയിട്ടില്ല, അതിനു മുന്നേ എനിക്ക് വേദന സ്റ്റാർട്ട് ചെയ്തു. വേദന എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് അടിവായിട്ട് ഇങ്ങനെ പൊട്ടിപ്പൊളിയുന്ന ഒരു വേദന, ഊരവേദന, ഇങ്ങനത്തെ വേദനയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ പീരീഡ്സ് ആവുന്നതിന്റെ ഒരു വേദന പോലെയാണ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഞാൻ സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് ഇങ്ങനെ വേദന വന്നു. സിസ്റ്റർ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു എപ്പിഡ്യൂറൽ എടുക്കാം, നമുക്ക് കുറച്ചുകൂടി നല്ല വേദന വരുമ്പോൾ പറയാൻ പറയും, എപ്പിഡ്യൂറൽ എടുക്കാന്ന്. സിസ്റ്റർ ചോദിച്ചു, നല്ല വേദന ഉണ്ട്? ഞാൻ പറഞ്ഞു, നല്ല വേദന ഉണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ വേദന.
അപ്പോൾ അങ്ങനെ എന്ത് ചെയ്ത് എന്നെ എപ്പിഡൂറിൽ എടുക്കാൻ വേണ്ടിയിട്ട് അനസ്തേഷ്യന്റെ റൂമിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് എപ്പിഡൂറിൽ എടുക്കുമ്പോൾ എനിക്കറിയാം ഇങ്ങനെ വലിയൊരു സൂചി നട്ടലിന്റെ ഉള്ളിൽ കുത്തിക്കയറ്റുന്നുള്ളതൊക്കെ എനിക്കറിയായിരുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഒരു പേടി എന്നൊക്കെ പറയുമ്പോൾ അതൊന്നുമില്ല എനിക്ക്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇതൊരു കുത്തുന്നതെന്ന് വെച്ചാൽ 5 മിനിറ്റ് 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, കുത്തുമ്പോഴുള്ള ഒരു വേദനയല്ലേ ഉണ്ടാവുക. അതൊന്നും എനിക്ക് പ്രശ്നമില്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്നും എപ്പിഡൂറിൽ എടുത്ത് കിട്ടിയാൽ മതി എന്നുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. നേരെ പിന്നെ എനിക്ക് എന്താണ് ഷിവർ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ തണുപ്പ് ഭയങ്കരമായിട്ട്, അപ്പൊ അവർ AC ഒക്കെ ഓഫാക്കി തന്നു. പിന്നെ എന്നിട്ടും എനിക്ക് മാറുന്നില്ല, ഇങ്ങനെ ഭയങ്കര വിറയലായിരുന്നു. അപ്പൊ ഡോക്ടർ, പിന്നെ ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. എന്റെ BP ചെക്ക് ചെയ്തപ്പോൾ ഹാർട്ട് ബീറ്റ് കുഞ്ഞിന്റെ കൂടുതലായി, 2-3 തവണ വൊമിറ്റ് ചെയ്തു. അപ്പൊ അതൊക്കെ ഡോക്ടർ, ഇനി അവിടെ അന്നേരം നേഴ്സില്ലായിരുന്നു. ഇപ്പൊ ഡോക്ടർ എല്ലാം കൈകാര്യം ചെയ്യും. നല്ല ഡോക്ടേഴ്സ്, എനിക്ക് അവിടുത്തെ ഡോക്ടേഴ്സ്, എനിക്ക് കിട്ടിയ ഡോക്ടേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ വാക്കുകളിൽ അത്രയും നല്ല ഒരു കെയറിങ് ആയിരുന്നു കേട്ടോ. ഇതുപോലെ കാലൊക്കെ തടവി തരുന്നുണ്ട്, കൈയൊക്കെ തടവി തരുന്നുണ്ട്, എല്ലാം സെറ്റ് ആക്കി. പിന്നെ ഞാൻ എന്തായി കാമായി നോർമലായി, ബാക്ക് ടു നോർമൽ. അപ്പം പിന്നെ എന്തായാലും നമുക്ക് റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയൊരു സുഖം എന്ന് പറയുന്നത്, എന്താ പറയാ, വേദനകളൊക്കെ മാറി. അപ്പൊ എന്നെ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ റിലേറ്റീവിന് കാണുന്നുണ്ട്, അവർക്കൊന്ന് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നോട് നോക്കിയാണ്. അപ്പൊ അവർ വിചാരിക്കുന്ന ഇപ്പൊ എന്റെ ഡെലിവറിയാണ്, 4 മണിക്ക് വന്നതാണല്ലോ, ഒരു സമയം ഏകദേശം ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ ഇപ്പം ഡെലിവറി ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പം കുഴപ്പമില്ല, ഇത് എപ്പിഡൂറിൽ എടുത്തപ്പോൾ സമാധാനമായി. അപ്പൊ ഹസ്ബൻഡിന് ഒരു സമാധാനം, ഇപ്പൊ നമുക്ക് ഓക്കെ ആണല്ലേ എന്നൊക്കെ ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ എപ്പിഡൂറിൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വേദനയുണ്ട്. വേദന എന്ന് വെച്ചാൽ ഒരു വേദന കുറച്ചു നേരം പിന്നെയും വേദന വരിക. അതങ്ങനെ സഹിക്കാൻ പറ്റാത്ത വേദനയാണോ എന്ന് വെച്ചാൽ അല്ല, എനിക്ക് ആ ലിമിറ്റ് ഓക്കെ ആയിരുന്നു. ആ ലിമിറ്റ് അത്രയും കഠിനമായ വേദനയാണ്, പക്ഷെ അതെനിക്ക് ഓക്കെയാണ്. അങ്ങനെ വേദന വരുന്നു. പിന്നെ എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഇനീച്ച് നടക്കണമെന്നുണ്ട്, പക്ഷെ ഇവർ സമ്മതിക്കുന്നില്ല. വയറും കാര്യങ്ങൾ എപ്പിഡ്യൂറലിന്റെ സാധനം ഉണ്ട്, പുറത്ത് കൂടെയാണല്ലോ ആ വയറ് വരുന്നത്. അങ്ങനെ ഒരു ഉച്ച സമയത്ത് ഡോക്ടർ വന്നു. 4 സെന്റിമീറ്ററും കൂടെ മതി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതെന്താ ഇങ്ങനെ ഒരു ഒരു വെള്ളയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മളിങ്ങനെ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ ഒക്കെ ഇതിങ്ങനെ ഒലിക്കുന്നുണ്ട്. ഒരു എന്താ പറയാ, ഒരു ഒരു വാട്ടർ ബ്രേക്ക് ഔട്ട് ആയതാണ്. വാട്ടർ നമ്മൾ ലീക്ക് ആവുന്ന മാതിരിയാണ് എനിക്കത് വന്നിട്ടുള്ളത്. അപ്പൊ ഡോക്ടർ പറഞ്ഞത് ആരും ശ്രദ്ധിച്ചില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാനത് അങ്ങനെ ആരോടും പറഞ്ഞിട്ടുമില്ല. നോർമലാണ്, അവിടെ തന്നെ കിടക്കുകയാണല്ലോ. പിന്നെ അമ്മ എന്റെ കൂടെ യൂറിൻ പാസ് ചെയ്ത വന്ന അമ്മ കണ്ടിരുന്നു. അമ്മ പറഞ്ഞ പോലെ സിസ്റ്ററോട് പറയാന്ന്. ഞാൻ പറഞ്ഞു വേണ്ട അമ്മേ, അത് സാധാരണ ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനും ഇങ്ങനെയൊക്കെ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഡോക്ടർ എന്ത് ചെയ്തപ്പം വാട്ടർ പോയത് കൊണ്ട് തന്നെ നമ്മളെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഒരു വെള്ളം പോലെ, അതാണ് ഞാൻ കാണുന്നത്. അത് എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പൊ അത് ഉള്ളിലോട്ട് ട്യൂബ് ഇട്ട് ഉള്ളിലോട്ട് എന്ത് ചെയ്തു, അങ്ങനെ 2 പാക്ക് ഉള്ളിലോട്ട് വെള്ളം പോലത്തെ ഒരു സാധനം കയറ്റി. എന്നിട്ട് ഡോക്ടർ പോയി. ഡോക്ടർ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ട് വിളിച്ചാൽ മതി. അതിന്റെ ഇടയ്ക്ക് അനസ്തേഷ്യ ഡോക്ടർ വരുന്നുണ്ട് കേട്ടോ. ശില്പ എങ്ങനെയുണ്ട്, വേദന നല്ലപോലെ ഉണ്ടേ പറയണം, നമുക്കത് കൂട്ടിയിടാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഒരു മണിയായി, 2 മണിയായി, 3 മണിയായപ്പോണ്ട് പിന്നെ സിസ്റ്ററോട് പറഞ്ഞു PV ചെയ്തിട്ട് എത്രയാന്ന് നോക്കുക. അപ്പൊ സിസ്റ്റർ PV ചെയ്തപ്പോൾ സത്യം പറയാണ്, എനിക്ക് നല്ല വേദന. ഞാൻ ചോദിക്കുകയും ചെയ്തു, എനിക്ക് ഡോക്ടർ PV ചെയ്യുമ്പോൾ വേദന ഇല്ലല്ലോ, സിസ്റ്റർ ചെയ്യുമ്പോൾ എന്താ വേദന? അപ്പാണ് PVന്റെ വേദന ഞാൻ അറിയുന്നത്. എനിക്ക് നല്ലപോലെ വേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വേദന എടുത്തിട്ട്, ഞാൻ പറഞ്ഞു മതി മതി എന്ന്. അപ്പൊ ഡോക്ടർ പറഞ്ഞു 7 സെന്റിമീറ്റർ ആയിട്ടുണ്ട്, ആണോ എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, നമ്മുടെ എപ്പിഡൂറിൽ അവർ ഓഫാക്കി. എപ്പിഡൂറിൽ ഓഫാക്കി. ഞാൻ ചിതെന്തോ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ എപ്പിഡൂറിൽ ഓഫാക്കട്ടെ എന്നൊക്കെ ആരോടെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചിതെന്തോ ഓഫാക്കുമ്പോൾ ഞാൻ ഓഫാക്കുവാണോ, ഓഫാക്കൽ എനിക്ക് വേദന സഹിക്കാൻ പറ്റിയല്ലാന്ന് ഞാൻ പറയുന്നുണ്ട്. അവർ ഓഫാക്കിയതിന് ശേഷം പിന്നെ ഒരു 2-2.5 മണിക്കൂർ ഞാൻ കിടന്ന് കാറുക. എനിക്ക് പറ്റുന്നില്ല. ഞാൻ അവിടുന്ന് അലറി കരഞ്ഞ് വിളിച്ച് എന്റെ ഹസ്ബൻഡ് അതിൽ, ആ ശബ്ദം പുറത്തെല്ലാവരും കേൾക്കുന്നുണ്ട്, അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. അപ്പൊ പിന്നീടാട്ടോ എന്റെ ഹസ്ബൻഡ് പറയുന്നത് നീ ഈ ഒരു ഹോസ്പിറ്റലിൽ കുലുക്കി കളഞ്ഞിരിക്കുന്നുള്ളത്. പിന്നെ സിസ്റ്റർമാരും പറയുന്നുണ്ട്. ഞാനിത് ഈ കുട്ടി വന്ന് ഇവിടെ ഈ മോള് 2 ദിവസം കരഞ്ഞതിന്റെ ഒച്ചയൊക്കെ പുറത്തൊക്കെ കേട്ട് നമ്മൾ സംസാര വിഷയമായതാണല്ലോ. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഈ കുട്ടി ഒന്നും അല്ലായിരുന്നു നിന്റെ കരച്ചിലിന് മുമ്പിൽ എന്ന് സിസ്റ്ററും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എപ്പിഡൂറിൽ വേണം. അപ്പൊ ഡോക്ടർ പറഞ്ഞു എപ്പിഡൂറിൽ പറ്റൂല, നമുക്ക് വേദന ഉണ്ടോ എന്ന് അറിഞ്ഞാലാണ് നമുക്ക് ഇനി പുഷ് ചെയ്യാനൊക്കെ ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എപ്പിഡൂറിൽ ഓഫ് ആക്കുന്നുള്ള ഒരു കാര്യം ഞാൻ അറിയില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് എപ്പിഡൂറിലും കൊണ്ടാണ് പോവുക, അപ്പൊ അതുള്ളത് കൊണ്ട് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ഇത് ഓഫാക്കുന്ന കാര്യമൊന്നും ഞാൻ അറിയില്ല, അങ്ങനെയാണോ എന്നുള്ളതും എനിക്കറിയില്ല. ഇങ്ങനെ എപ്പിഡൂറിൽ ഇട്ട് തരുമോന്ന് ഞാൻ ചോദിച്ചു, പക്ഷെ അവർ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞ അങ്ങനെ 2-2.5 മണിക്കൂർ ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു ആദ്യം ഡോക്ടർ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വരാം, അവളെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. അപ്പൊ യൂറിൻ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നടന്നു പോയി യൂറിൻ പാസ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചില്ല. ട്യൂബ് ഇട്ട് അവർ യൂറിൻ എടുത്ത്, യൂറിനും കൂടി എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര വേദന. അല്ലാതെ തന്നെ നമ്മൾ താഴെ ഇങ്ങനെ പൊട്ടിപ്പൊളിക്കുന്നതെന്ന് പറയാം, നമുക്ക് എന്തോ വന്ന് അവിടെ തങ്ങി നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പൊട്ടിപ്പൊളിക്കുന്ന വേദനയാണ് എനിക്ക്. നടുവേദനയും ഇതും പുറം വേദനയും എന്തൊക്കെ വേദനയാണെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ കിടന്ന്
ഉരുള കിടക്കുന്ന ഫുള്ള് ഉരുണ്ട് മറിഞ്ഞ് കിടക്ക ഒരു ഭാഗത്തുണ്ട്, തലക്കാണി ഒരു ഭാഗത്തുണ്ട്, എൻ്റെ ഡ്രസ്സ് ഈ സാധനം കെട്ടിയതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാനതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. അവിടെ വേറെ ആൾക്കാർ കിടക്കുന്നുണ്ട്, എന്നെ ഇങ്ങനെ കാണുന്നുണ്ട്, ഈ കോലത്ത് കാണുന്നുണ്ട്, ഇതൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ പുറവും ഒക്കെ അവിടെ ഇരിക്കുന്ന പേഷ്യൻസിനൊക്കെ കാണട്ടെ, ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് അതൊന്നും ഒരു വിഷയമല്ലായിരുന്നു. അങ്ങനെ എന്നെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയപ്പോൾ ഞാൻ എൻ്റെ അമൃത ഡോക്ടറെ കാണുന്നില്ല. ഞാൻ ഡോക്ടർ എവിടെ, ഡോക്ടർ വരാണ്ട് എനിക്ക് ഇവരോട് ആരോടും പറഞ്ഞിട്ട് എനിക്കൊന്ന് റെഡി ആവുന്നില്ല. ഞാൻ ഡോക്ടർ തന്നെ വരും, ഡോക്ടർ ഇപ്പം വരും, അനസ്തേഷ്യ ഡോക്ടർ വന്നിട്ടുണ്ട്. ഡോക്ടർ പറഞ്ഞു നമുക്ക് ഒരു ഇഞ്ചക്ഷൻ വെക്കാൻ, നീ പേടിക്കണ്ട, വേദനേൻ്റെ എന്നൊക്കെ പറഞ്ഞു. അന്നേരം അനസ്തേഷ്യൻ്റെ അപ്പോൾ ഡോക്ടർ അങ്ങനെ പറഞ്ഞു. അപ്പം അമൃത ഡോക്ടർ വന്നപ്പോൾ എനിക്കൊരു സമാധാനമായി. അപ്പം ഞാൻ എന്ത് ചെയ്ത് കയറുന്നതിൻ്റെ ഇടയ്ക്ക് എന്നോട് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്തു പോയി. നമ്മുടെ ഈ ലേബർ റൂമിൽ പോയി ആ ബെഡ് കയറുന്നതിന് മുമ്പേ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ യൂറിൻ പാസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര കുറവ്, എന്തൊക്കെയോ രതക്കേടും എന്തോ ഒരു മാനസികമായിട്ട് ഒരു പ്രശ്നമൊക്കെ. അപ്പം ഡോക്ടർ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, അവിടെയുള്ള സിസ്റ്റർമാരും പറഞ്ഞു അതൊക്കെ സാധാരണമാണ്, നോർമലാണ്, അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു ആശ്വാസമായി. പിന്നെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല. അതൊന്നും ശ്രദ്ധിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല നമുക്ക്. നമ്മൾ അവിടെ കിടത്തി, ഡോക്ടർ വന്നു, കാലൊക്കെ നമ്മൾ അകത്തി വെച്ചിട്ട് നമ്മളൊരു അവിടെ ഒരു കാല് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് ഡോക്ടർ പിന്നെ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി നമുക്ക് യൂറിൻ എടുക്കണം. ഞാൻ പറഞ്ഞു ഡോക്ടറെ വേണ്ട ഡോക്ടറെ, എനിക്ക് പൊതുവെ അവിടെ വേദന എടുക്കുന്നുണ്ട്, ഇനിയും എടുക്കല്ലേ എന്ന് പറഞ്ഞു. ശില്പ പറ്റൂല, അത് എടുക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റൂല. അങ്ങനെ പിന്നെയും യൂറിന് ട്യൂബിട്ട് യൂറിൻ എടുത്തു. അതും ഭയങ്കര വേദന. ഈ വേദന എല്ലാം കൂടെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെ വേദന സഹിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ശില്പ പുഷ് ചെയ്ത് നോക്കി നോക്കും. എനിക്ക് കരഞ്ഞ് എൻ്റെ അവിടുന്ന് ഞാൻ തൊണ്ട പൊട്ടി, എനിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഹസ്ബൻഡിനെ ലേബർ റൂമിലോട്ട് കയറ്റി. അങ്ങനെ ആദ്യം വന്ന് എൻ്റെ കൈയൊക്കെ പിടിച്ച് കുറച്ച് സപ്പോർട്ട് ഒന്ന് പുഷ് ചെയ്യുന്നു. അപ്പം ഞാൻ ഒന്ന് പുഷ് എനിക്ക് പറ്റുന്നില്ല. പിന്നെ ആദ്യം ഓക്കെ ഒന്നുകൂടി ചെയ്തു നോക്ക് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരിക. ആദ്യനോട് പറഞ്ഞിട്ട് ആദ്യം കേൾക്കുന്നില്ല, ഡോക്ടറും കേൾക്കുന്നില്ല, സിസ്റ്റർമാരും കേൾക്കുന്നില്ല, അനസ്തേഷ്യൻ്റെ ഡോക്ടറും കേൾക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല ഞാൻ പറയുന്നത്. ലാസ്റ്റ് ഞാൻ പറഞ്ഞു പോട് എന്ന് കൈ ഇങ്ങനെ തട്ടി. അപ്പോൾ ആദ്യൻ്റെ എവിടെയൊക്കെ കൊണ്ടു കേട്ടോ. ആദ്യക്ക് ടെൻഷൻ, ഞാനിങ്ങനെ കരയുന്നു. പിന്നെ ഞാൻ വാവിട്ട് കരയും, എനിക്ക് തൊണ്ടയൊക്കെ പൊട്ടിക്കരയുക. അപ്പോൾ ആദ്യം പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്ത ഡോക്ടർ, എനിക്ക് ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല, ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ചെയ്ത്, എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, അപ്പോൾ എഴുതി ഒപ്പിട്ടുതരാം, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, എന്ത് വേണേ ചെയ്യാം, എനിക്ക് രണ്ടാളെയും നല്ലപോലെ കിട്ടിയാൽ മതി. ഒക്കെ പരോൾ ആദ്യം മുന്നേ പറയുന്നുണ്ട് എനിക്ക് ഓപ്പറേഷൻ മതി എന്നുള്ള. ആ കുട്ടി കരഞ്ഞപ്പം തൊട്ടേ അവൾക്ക് ടെൻഷൻ ഉണ്ട്. അപ്പോൾ അവളെ കൊണ്ട് പറ്റിയുണ്ടാവില്ല, അവളെ മൈൻഡിൽ അത് സെറ്റായി പോയിട്ടുണ്ടാവുന്നു. പിന്നെ അനസ്തേഷ്യ ഡോക്ടറും പറഞ്ഞു കുട്ടി ഇങ്ങനെ വാശി പിടിക്കുകയാണല്ലോ, എന്തോ ഓപ്പറേഷൻ അതിന് മൈൻഡ് സെറ്റാണ് അവൾക്ക്, അതുകൊണ്ട് അവൾ ഇതിന് ട്രൈ ചെയ്യുന്നു തോന്നുന്നില്ല. അധികം ബേബീനെ അവിടെ വെക്കാനും പറ്റിയല്ല നമുക്ക്. ഓൾറെഡി ഞാൻ പുഷ് ചെയ്ത് കുറച്ചൊന്ന് താന്ന് വന്നിട്ടുണ്ട്. പക്ഷെ അമൃത ഡോക്ടർക്ക് ഒരു സങ്കടം, എന്നോട് എന്നിട്ട് പറഞ്ഞു കേട്ടോ. അമൃത ഡോക്ടറിന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറയാ ശില്പ നിന്നെ കീറി മുറിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല, അത്രയും നല്ലൊരു നോർമൽ ഡെലിവറിക്കുള്ള എല്ലാ സാധ്യതയുള്ള ഒരു പേഷ്യൻ്റ്, നിനക്ക് ഒരു കോംപ്ലിക്കേഷൻസും ഇല്ല, നിന്നെ എനിക്ക് സങ്കടം വരുന്നടാ, കീറി മുറിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്ന്. അങ്ങനെ എന്നെ എന്ത് ചെയ്തു, ലേബർ റൂമിൽ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കൊണ്ടുപോയി. അപ്പൊ അനസ്തേഷ്യ തരാൻ വേണ്ടി ഓൾറെഡി എനിക്ക് എപ്പിഡ്യൂറലിന്റെ ബേക്കിൽ അത് എടുത്തുകൊണ്ട് അതിൽ കൂടെ തന്നെ എനിക്ക് എന്ത് തരാമെന്ന് പറഞ്ഞു, അനസ്തേഷ്യ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നാരും ചോദിക്കുന്നു ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഡോക്ടറെ പ്ലീസ് എനിക്കൊന്ന് അനസ്തേഷ്യ ഇനി എനിക്ക് സഹിക്കാൻ പറ്റിയല്ല എന്നുള്ളത്. അങ്ങനെ അനസ്തേഷ്യ തന്ന്. അപ്പം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അതിന്റെ സുഖം എന്താണ് എന്നുള്ളത്. സത്യമായിട്ട് അനസ്തേഷ്യ തന്നപ്പോൾ എൻ്റെ വേദനകളൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് ഇല്ലാണ്ടായി. അത്രയും വേദന സഹിച്ചാൽ എനിക്ക് ഒരു വേദന ഇല്ലാണ്ടായി. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ ഡോക്ടർ ചോദിച്ചു ശില്പ നീ ഓക്കെ അല്ലേ, ഇപ്പൊ വേദനയൊക്കെ കുറഞ്ഞില്ലേ, ഇനി ടെൻഷനൊന്നുമില്ലല്ലോ, നമ്മൾ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണ് ഇനി. അപ്പൊ ഞാൻ പറയുന്നുണ്ട് എന്നാ ഡോക്ടറെ പറ്റിക്കും, എന്നോട് അനസ്തേഷ്യ തന്നെ, ഇനി ആരെയും പറ്റിക്കും, ഇനി നിനക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, ഞങ്ങൾ ഓപ്പറേഷൻ തന്നെ ചെയ്യാണ്, നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ, നമുക്ക് ചെയ്യാട്ടോ, ഇനി റിലാക്സ് ആയിട്ട് ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞു. പെട്ടെന്ന് ഷിവറിങ് വന്നു. എനിക്ക് AC പറ്റില്ല, AC കുറച്ചിരിക്കുന്നതിനും പിന്നെ ഞാൻ ടയേർഡും കൂടിയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ വിറയൽ പോലെ വരും. അപ്പൊ ഇങ്ങനെ ഒന്ന് കൈ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ അവരാണ് ഡ്രസ്സ് എടുക്കുക കേട്ടോ, കുഞ്ഞിന്റെ ഫസ്റ്റുള്ള ടർക്കി. ആ ടർക്കിയിൽ പൊതിഞ്ഞിട്ട് ഒരു ചെറിയൊരു എന്താ പറയാ, നമുക്ക് എവിടുന്നോ അതിങ്ങനെ കൊണ്ടുവന്നതിന്റെ അടുത്ത് എത്തുമ്പോൾ ശില്പ എന്ന് വിളിച്ചപ്പാട്ടോ ഞാൻ നോക്കുന്നത്. ശില്പ എന്ന് ചോദിച്ചു ഞാൻ കാണുന്നത് എൻ്റെ കുഞ്ഞിനെ. അമ്പോ സത്യം പറയട്ടെ, എനിക്ക് ലോകത്തില് ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഈ ഒരു കുഞ്ഞിനെ കാണുന്നതിലേയും കാട്ടും എനിക്കിനി എന്തേലും സന്തോഷം കിട്ടുമെന്ന് വെച്ചാൽ ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാ അമ്മമാർക്കും അങ്ങനെയായിരിക്കും. ഇത്രയും വേദനയും സഹിച്ച് ഇതൊക്കെ ആക്കിയിട്ട് ആ കുഞ്ഞിനെ കാണുമ്പോണ്ടല്ലോ അതിന്റെ ഫീലിങ്സ്, സത്യം പറയാം എനിക്കിങ്ങനെ പറയുമ്പോൾ ഒരു തണുപ്പ ഉള്ളിൽ വരുന്ന മാതിരി. എങ്ങനെയാ പറഞ്ഞറിയിക്കുന്നത് എനിക്കറിയില്ല. എനിക്ക് കണ്ണിന്നൊക്കെ വെള്ളം നിറഞ്ഞ് ആ കുഞ്ഞിനെ ഞാനിങ്ങനെ അടുത്ത് ഉമ്മ വെക്കട്ടെ എന്നുള്ള രീതിയിൽ അപ്പോൾ എനിക്ക് അടുത്തോട്ട് തന്നു. ഇപ്പൊ നമ്മൾ ഫസ്റ്റ് മൂക്കല്ലേ അവിടെ ടച്ച് ചെയ്യുക. അപ്പം സ്മെല്ലുണ്ടല്ലോ, ലോകത്തുള്ള ഒരു പെർഫ്യൂമിനും
എത്ര വലിയ ബ്രാൻഡ് പെർഫ്യൂം എന്ന് പറഞ്ഞാലും ഈ സ്മെല്ല് നിങ്ങൾക്ക് കിട്ടൂല. അത് അനുഭവിച്ചറിയേണ്ട സ്മെല്ലാട്ടോ. ഒരു മണവും അത് നെറ്റിയിൽ ഉമ്മ വെക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ നനഞ്ഞ കോഴി അതുപോലെ മുടിയൊക്കെ പറ്റി ഉമ്മ വെച്ച് അയ്യോ കൊണ്ടുപോയില്ലേ അവരങ്ങ് കൊണ്ടുപോയി പെട്ടെന്ന്. അപ്പൊ എനിക്ക് ഈ സിസേറിയന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ഫസ്റ്റ് വൺ നമുക്ക് ബേബീനെ കിട്ടുകയില്ല, നമ്മളെ കാണിച്ചു കൊണ്ടുപോകും. പിന്നെ നമ്മൾ ICUയിൽ ഒരു ദിവസം ഫുള്ള് കിടക്കണം. 6 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് എന്താ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ റിലേറ്റീവ്സ് കഴിഞ്ഞാൽ പെട്ടെന്ന് റിലേറ്റീവ്സിനെയും ഹസ്ബൻഡിനെയും ഒന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് മരുന്നും കാര്യങ്ങളും വെക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് പാല് കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു സിസേറിയനായ അധിക പേർക്ക് ഇതേപോലെ തന്നെ പാല് പെട്ടെന്ന് വരാത്തൊരു ഇഷ്യൂ ഉണ്ട്. 2-3 ദിവസം എടുക്കേണ്ട ഒരു ഇതുകൊണ്ട്. ഇത്രയാണ് ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞത്. അപ്പൊ എനിക്ക് കുഞ്ഞാൻ കരഞ്ഞു. അന്നേരം ഞാൻ ഇവനെ മടിയിൽ സെറ്റ് ചെയ്തു. കുറച്ചു നേരം ഇങ്ങനെ മടിയിൽ ഇരുത്തിയാലൊക്കെ അവൻ കേൾക്കും കേട്ടോ. അങ്ങനെ എനിക്ക് കുഞ്ഞിനെ കാണാൻ പറ്റുന്ന 2 മണിക്കൂർ കഴിയുമ്പോൾ എനിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പൊ കുഞ്ഞിന് എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ കയ്യിലൊന്നും തരുന്നില്ല. അപ്പൊ ഞാൻ ഇനീച്ച് കുഞ്ഞിനെ എടുക്കാൻ നോക്കുന്നുണ്ട്. ഞാൻ കയ്യിൽ വെച്ച് കൊടുക്കുക, അല്ലാതെ അപ്പൊ എന്നോട് പറഞ്ഞ് ഇനീക്കാൻ പറ്റിയല്ല, മരുന്നും കാര്യങ്ങളൊക്കെ വെച്ചതാണ്. കുഞ്ഞിന് 2 അമ്മമാരും മാറി മാറി ഇങ്ങനെ ഒരു വശത്തോട് ചിരിച്ചിട്ടൊക്കെ ആട്ടോ പാല് കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് സങ്കടമായി. കാരണം ഞാൻ 7-ാം തീയതി പോയപ്പോൾ ഒരു പിന്നെ കുട്ടി വന്ന് പ്രസവിച്ചു, പെട്ടെന്ന് അവരെ കൈ കൊടുത്തതൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു നോർമലാണെങ്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വരാൻ തുടങ്ങി. അതിനുശേഷം പിറ്റേന്ന് രാവിലെ എനിക്ക് ICUന്ന് പോവാം. പിറ്റേന്ന് പോകുന്നതിന് മുമ്പേ അനസ്തേഷ്യ ഡോക്ടർ വന്നു. പിന്നെ എനിക്ക് ആരെയും മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ലേബർ റൂമിൽ ICUയിൽ വേറെ സിസ്റ്റർ ആണല്ലോ. അപ്പൊ അവിടുന്ന് സിസ്റ്ററൊക്കെ വന്നിട്ട് എല്ലാവരും എന്നെ കാണാൻ വന്നു. എന്നോട് ശില്പ ഇന്നലത്തെ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു എന്നെ ഓർമ്മിപ്പിക്കരുത് പ്ലീസ്, ഞങ്ങൾക്ക് എത്ര ചവിട്ട് കിട്ടി, ഞങ്ങൾക്ക് എത്ര കുത്ത് കിട്ടി എന്ന് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സോറി, കുഴപ്പമില്ല, അത് അങ്ങനെയൊക്കെയാണ്, എന്നാലും നിന്നെ ഇത്രയും ഞാൻ വിചാരിച്ചില്ലായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു. എന്നെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. റൂമിലോട്ടൊക്കെ എന്നെ ബെഡിലോട്ട് അവിടെ നിന്ന് എടുത്തു വെക്കുമ്പോഴാണ് ആ മുറിവിന്റെ ഒരു വേദനയൊക്കെ. അങ്ങനെ പുതപ്പോടെ എടുത്താട്ടോ അങ്ങോട്ട് വെക്കുന്നത്. അപ്പം എടുത്തു വെക്കുമ്പോഴൊക്കെ വേദന നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ റൂമിലോട്ട് പോയി. റൂമിലെത്തിയപ്പോൾ അന്ന് കുറച്ച് വേദനയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഓക്കെ ആയിരുന്നു. അങ്ങനെ റൂമിലെത്തി എല്ലാരെയും കണ്ട് അവിടെ ഒരു സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയപ്പോൾ തന്നെ എനിക്ക് വലിയ ആശ്വാസമാണ് കേട്ടോ. എല്ലാരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഈ ലോകത്തെത്തിയപ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായി. അങ്ങനെ അന്ന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫീഡ് ചെയ്യുന്നുണ്ട്, കുഞ്ഞിനെ കയ്യിലെടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ രാത്രി 2 മണിക്കൂർ ഞാൻ അലാറൊക്കെ ഇട്ട്, ഹസ്ബൻഡ് അലാറം ഇടും. ഹസ്ബൻഡാണ് എന്നെ വിളിക്കുന്നത്. 2 മണിക്കൂർ ഇടവിട്ടിട്ട് എനിക്ക് തരുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹസ്ബൻഡ് ഇപ്പം അമ്മയൊക്കെ എന്തെങ്കിലും വാങ്ങാൻ, ഒരാൾ അലക്കാൻ പോകുമ്പോൾ ഒരാൾ വാങ്ങാൻ പോകുമ്പോൾ ഒറ്റയ്ക്കായിരിക്കും, ബാത്റൂം പോകണമെങ്കിൽ എല്ലാ സഹായത്തിനും എൻ്റെ ഹസ്ബൻഡാട്ടോ. അങ്ങനത്തെ യാതൊരു പ്രശ്നവുമില്ല. എൻ്റെ ഒരു ബേബി, എൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് നോക്കുന്നത്, നമ്മുടെ കുഞ്ഞിനെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ എന്നെ നോക്കിയിട്ടുള്ളത്. എന്നാൽ സത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്, എന്താ പറയാ, ഞാൻ ശരിക്കും ബ്ലെസ്ഡ് ആണ് എന്നുള്ളത്. അത്രയും കെയർ ചെയ്ത് എന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, എനിക്ക് ബാത്റൂം പോകണമെങ്കിലോ എൻ്റെ മാറ്റണമെങ്കിലോ ഡ്രസ്സ് മാറ്റണമെങ്കിലോ ഈവൻ കുളിപ്പിക്കാൻ പോലും എന്നെ കുളിപ്പിച്ചടക്കം തന്നിട്ടുണ്ട് കേട്ടോ. അത്രയും കംഫർട്ടായിരുന്നു എനിക്ക്. അത്രയും ഞാൻ എൻജോയ് ചെയ്തു. എനിക്ക് ശരിക്കും ആ സ്നേഹം നമുക്ക് അത്രയും മനസ്സിലാവുക എന്ന് പറയുന്നില്ല, ഈ ഒരു ടൈമിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എനിക്ക് പറഞ്ഞ വാക്കുകളില്ല, അത്രയും ഒരുപാട് താങ്ക്സ് പറയാൻ മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞു. പിറ്റേന്ന് നോക്കുമ്പോൾ കുഞ്ഞിന് വെയിറ്റ് കുറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വെയിറ്റ് കുറയാൻ കാരണം കുഞ്ഞിന് പാല് കിട്ടുന്നില്ല, പാല് കുറവാണ്. അപ്പം അതിന് ടാബ്ലറ്റ് തന്നു. കുഞ്ഞിന് വെയിറ്റ് നോക്കിയപ്പം തീരെയില്ല. അപ്പം പിന്നെ കുഞ്ഞിന് ദേഹത്ത് മഞ്ഞ വരാൻ തുടങ്ങി, ഡീഹൈഡ്രേഷൻ കൊണ്ടാണ്. അപ്പം നമുക്ക് എന്ത് വെക്കണം, ഇന്നുകൂടി നോക്കിയിട്ട് നാളെ നമുക്ക് കുറയുന്നില്ലെങ്കിൽ നമുക്ക് NICUയിൽ വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തു, കുറയുന്നില്ല. പിറ്റേന്ന് ചെക്ക് ചെയ്തപ്പോൾ കുറയുന്നില്ല, വെയിറ്റ് പിന്നെയും കുറഞ്ഞു. പിന്നെ കുഞ്ഞിന് മൂത്രം ഒഴിക്കുമ്പോൾ റെഡ് കളറിൽ വരിക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതും ഡീഹൈഡ്രേഷൻ കൊണ്ടാണ്. പിന്നെ ഭയങ്കര ടെൻഷനായി. ഞാൻ ഈ ഓപ്പറേഷൻ ചെയ്തതിനെ കൊണ്ടല്ലേ എനിക്ക് പാല് വരാത്തത് എന്നുള്ള പല തോട്ടും വന്നു. പിന്നെ കുഞ്ഞിനെ NICUയിൽ വെക്കേണ്ടി വന്നത് അതുകൊണ്ടല്ലേ, കുഞ്ഞിന് ബുദ്ധിമുട്ടുണ്ടായത് അതുകൊണ്ടല്ലേ എന്നൊക്കെയുള്ള ചിന്ത വന്നു. അങ്ങനെ NICUയിൽ വെക്കുമ്പോൾ ഇവനെ കൊണ്ടുപോകുമ്പോൾ കാലിയായി കിടക്കുന്ന ബെഡൊക്കെ കാണുന്നവരെ എനിക്ക് സങ്കടമാവും. ഇവനെ കിട്ടുന്നില്ലല്ലോ. നമ്മൾ 4-3 മണിക്കൂർ ഇടയ്ക്ക് അവിടെ പോകുമ്പോൾ ഫീഡ് ചെയ്യാൻ പോകുമ്പോൾ ഇവനെ കാണുന്നുള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ തന്ന് ഫീഡ് ചെയ്യാൻ പിന്നെ ഇവന് ഉറങ്ങില്ല. ഇവന് ജനിച്ച അന്നോട്ടില്ലാത്തൊരു 2 മാസം വരെ, ഒരു 2-2.5 മാസം വരെ ഇവൻ രാത്രി തീരെ ഉറങ്ങിയല്ല, ഉറക്കേ ഇല്ല. ഇവന് NICUയിൽ ഉറങ്ങൂലായിരുന്നു കേട്ടോ. NICUയിലും ഇവൻ ഉറങ്ങുന്നില്ല. അങ്ങനെ പാലില്ലായിട്ടാണോ ഇവൻ ഉറങ്ങാത്തേന്നൊക്കെയായി, ഇവൻ ഉറങ്ങാത്തത് എന്നൊരു സംശയമായി. അങ്ങനെ ഡോക്ടർ എന്ത് പറഞ്ഞു, നമുക്ക് പൊടിപ്പാല് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ പൊടിപ്പാല് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതും എനിക്ക് സങ്കടമായി കേട്ടോ.
കാരണം എന്നെ കാരണല്ലേ പൊടിപ്പാലും കൊടുക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇവന് പൊടിപ്പാല് കൊടുത്തിട്ട് ഇവൻ കരയുക. അപ്പോൾ അത് വയറ് നിറയായിട്ടാണോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ പൊടിപ്പാല് കൊടുക്കുമ്പോൾ വോമിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ അവന് വയറുവേദന വന്നു, ഗ്യാസിന്റെ വന്നു, അതിന് അവന് മരുന്ന് കൊടുത്തു. അന്ന് തുടങ്ങിയ ഗ്യാസിന്റെ വേദന അവന് 3 മാസം കഴിഞ്ഞിട്ടാട്ടോ മാറിയിട്ടുള്ളത്. അതുവരെ എനിക്കിങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ, വീട്ടിലെത്തിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതേ ഭയങ്കര ബുദ്ധിമുട്ടി 3 മാസം വരെ. പിന്നെ ഇവൻ ഉറക്കയില്ല, ഗ്യാസിന്റെ വേദന കൊണ്ടാണോ എന്നറിയില്ല, ഇവന് പെട്ടെന്ന് വയറൊക്കെ ഇങ്ങനെ ഞെരിപിരി കൊള്ളുക, വയറിങ്ങനെ ഉരുണ്ട് ഇതാക്കി കളിക്കുക. അപ്പൊ ഇവൻ ഉണർന്നു പോവുക, എനിക്ക് ഉറക്കാൻ വരുന്നില്ല. എൻ്റെ അവസ്ഥയൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല, അത്രയും വലിയ അവസ്ഥയായിരുന്നു. അന്ന് എനിക്ക് ഓർക്കാൻ പോലും വയ്യ. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് 2 ദിവസം NIC കിടന്ന്, 2 ദിവസം NIC കിടന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, മഞ്ഞ കുറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇവിടെ നിൽക്കണ്ട, നമുക്ക് വീട്ടിൽ പോവാം, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നുകൂടി കാണിക്കാൻ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു. പിറ്റേന്ന് പോവാൻ തന്നു, രാത്രിയായി റിസൾട്ട് വരെ. അപ്പം ഞങ്ങൾ വെച്ച് പിറ്റേന്ന് പോയാൽ, പിന്നെ എന്തിന് വേണ്ട, നമുക്ക് ഒരു ദിവസമാണെങ്കിൽ പോവാലോ എന്നൊക്കെ വിചാരിച്ചു. പിന്നെ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോവാന്ന് പറയുമ്പോൾ ആ റൂമൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കാരണം 1-ാം മാസം തൊട്ട് നമ്മൾ പ്രഗ്നന്റ് ആയി എന്ന് പറഞ്ഞാൽ കാർഡ് എടുത്ത് അന്ന് തൊട്ട് നമ്മൾ പോവാണ്. EMS ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം, നമ്മൾ പോവുകയാണില്ലേ എന്നൊക്കെ. ഞങ്ങൾ അതിന്റെ ഫോട്ടോ ഒക്കെ എടുത്തു, കുറച്ചു നേരം അത് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടും കുറച്ചു നേരം ഞങ്ങൾ അവിടെ ഇരുന്നു. പിന്നെ ഓരോ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ആദ്യം അറിയായോ ദിവസവും ലിഫ്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ചായ അതും ഇതൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ഇങ്ങനെ ഓടിക്കളിച്ച് നടക്ക, മീൻസ് കളിച്ചാൽ ഓടിക്കളിക്കുന്നതല്ലേ അവിടെയൊക്കെ. അതൊക്കെ ഭയങ്കര മിസ്സിങ് ആയി. പിന്നെ ഞങ്ങള് വീട്ടിലോട്ട് എത്തി. പിന്നെ അസുഖങ്ങളും കുഞ്ഞിന് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, എനിക്ക് പനി വന്നു, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ ഡെലിവറീൻ്റെ എന്ന് പറയുന്നത് ഇത്രയേ സംഭവങ്ങളുള്ളൂ. ഈ ഒരു ഡെലിവറി ജേണി നിങ്ങളുമായിട്ട് പങ്കുവെക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഞാൻ ഇതിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ ബെൽ ബട്ടൺ ഓൾ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടും മറക്കരുത്. പിന്നെ ലൈക്ക് ഇടുക, കമന്റ് ഇടുക. നിങ്ങൾക്ക് അടുത്ത വീഡിയോ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ആ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാനൊരു വാട്സ് ഇൻ മൈ ബാഗ് എന്നുള്ള ഹോസ്പിറ്റൽ ബാഗ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പം അതിൽ ഞാൻ വേണ്ടാത്തതും വേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നി, ഇനി വരുന്ന അമ്മമാർക്ക് ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ള കാര്യങ്ങൾ, പിന്നെ എനിക്ക് ഉപകാരപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും ഈ വീഡിയോയിൽ പറയാൻ പറ്റില്ല, അത്രയും ലെങ്ത് ആവും. അത് ഞാൻ ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ എനിക്ക് പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നൊരു കാര്യം ഉണ്ടായിരുന്നു, അതും ഞാൻ പറയുന്നുണ്ട്. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനാണ് എന്നെ ഇപ്പൊ ഇരുന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യിപ്പിക്കാൻ പോലും പ്രേരിപ്പിക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇവന് ഉറങ്ങുന്നില്ല, ഞാൻ പരമാവധി ഇവൻ ഉറക്കാൻ ശ്രമിച്ചു, ഇവൻ ഉറങ്ങുന്നില്ല. അപ്പൊ എങ്ങനെയെങ്കിലും എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം തന്നെ, പിന്നെ നാളെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ്, ഞാൻ ഈ രാത്രി ഈ സമയത്താണ് എടുക്കുന്നത്. ഇനി എനിക്ക് ടൈമില്ല, എഡിറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയ നിങ്ങളെ കമന്റ് ആണ് എനിക്ക് ഏറ്റവും സന്തോഷിപ്പിക്കുന്നത് തന്നെ. എന്നെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ നല്ല നല്ല വാക്കുകളും നിങ്ങളുടെ ഒരു ലൈക്കും ഒക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് ഒരു തുല്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞയച്ചോ, എന്തെങ്കിലും പോരായ്മ ഞാൻ ഈ വീഡിയോയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ അതിൽ പ്രത്യേകം നോട്ട് ചെയ്ത് കമന്റ് ഇടണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ, ബൈ.